ഹായ് ഗൈസ്, ഇന്ന് മുതൽ നമ്മൾ കാണാൻ പോകുന്നത് ഒരു പുതിയ സീരീസാണ്. സീരീസിൻ്റെ പേര് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, എല്ലാവർക്കും മനസ്സിലായി കാണും. അതായത് നമ്മുടെ ഗോഹേഡ് എന്ന് പറഞ്ഞ ഒരു സൂപ്പർ ഹിറ്റ് ചൈനീസ് ഡ്രാമയുടെ റീമേക്ക് ആയിട്ടുള്ള കൊറിയൻ വെർഷനാണ്. അപ്പോൾ നമുക്ക് വെച്ച് താമസിപ്പിക്കാണ്ട് സീരീസിലോട്ട് കടന്നാലോ. എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു കൊച്ചുകുട്ടീനെ കാണിച്ചുകൊണ്ടാണ്. അവളുടെ പേര് ജുവോൺ എന്നാണ്. അവളുടെ അച്ഛനാണെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റാണ് നടത്തുന്നത്. അവളുടെ അമ്മയാണെങ്കിൽ അവളുടെ കുഞ്ഞിലേ തന്നെ മരിച്ചു പോയതാ. അതുകൊണ്ട് അവളുടെ അച്ഛനാണ് അവളുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. നമ്മുടെ ജുവോൺ ആണെങ്കിൽ ഒറ്റയ്ക്കായതുകൊണ്ട് തന്നെ അവൾക്ക് എപ്പോഴും കൂട്ടിന് വേണ്ടിയിട്ട് ഒരാളെ വേണമെന്ന് അവളുടെ അച്ഛനടുത്ത് എപ്പോഴും പറയും. അങ്ങനെ അവരുടെ കടയുടെ അടുത്തുള്ളൊരു ലേഡി ആണെങ്കിൽ നമ്മുടെ ജുവോണിനെ പറഞ്ഞ് മനസ്സിലാക്കും, നിനക്ക് ചേട്ടനോ അനിയനോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നീ നിന്റെ അച്ഛനടുത്ത് പറഞ്ഞാൽ മതി, അച്ഛൻ നിനക്ക് കൊണ്ടുതരുമെന്ന്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജുവോൺ അവളുടെ അച്ഛൻ്റെ പുറകെ നടക്കുന്നേ, അവൾക്കൊരു ബ്രദറിനെ വേണമെന്നും പറഞ്ഞിട്ട്. അപ്പോൾ അവളുടെ അച്ഛനാണെങ്കിൽ പറയും, നമ്മളുടെ വീടിൻ്റെ അടുത്തായിട്ട് പുതിയൊരു ഫാമിലി ഷിഫ്റ്റ് ആവുന്നുണ്ട്, ഒരു പക്ഷേ നിനക്ക് അവിടെ നിന്ന് ബ്രദറിനെ കിട്ടിയാലോ. ഇത് കേൾക്കുന്നേ നമ്മുടെ ജുവോൺ ഭയങ്കര എക്സൈറ്റഡ് ആവും. അങ്ങനെ അവർ രണ്ടുപേരും നേരെ ആ ബിൽഡിങ്ങിലോട്ട് വരുമ്പോൾ എന്തോ അവിടെ ഒരു ഫാമിലി നിൽക്കുന്നുണ്ട്. അതിലൊരു കൊച്ചു ചെറുക്കനുണ്ട്. അവൻ്റെ പേരെന്ന് വെച്ചാൽ സൻഹ എന്നാണ്. ഇവനെ കാണുന്നേ നമ്മളുടെ ജുവോണിന് ഭയങ്കര സന്തോഷമാവും. അവിടെയായിട്ട് നമ്മളുടെ ജുവോണിൻ്റെ അച്ഛനാണെങ്കിൽ ഇൻട്രൊഡ്യൂസ് ആക്കും. അതായത് ഞാനാണെങ്കിൽ സെക്കൻഡ് ഫ്ലോറിലാണ് താമസിക്കുന്നത് എന്ന്. അതേപോലെ തന്നെ ഇവർ തേർഡ് ഫ്ലോറിലായിരുന്നു. ഇത് കേൾക്കുന്ന അച്ഛൻ പറയും, എന്ത് വിചിത്രമായിട്ടുള്ള കാര്യമല്ലേ, 3 പേരുള്ള ഫാമിലി 3ാമത്തെ ഫ്ലോറിലും 2 പേരുള്ള ഫാമിലി 2ാമത്തെ ഫ്ലോറിലും താമസിക്കുന്നു. ഇത് കേൾക്കുന്നേയും നമ്മുടെ ആ ഫാമിലിയിൽ വന്ന ആ ലേഡിയില്ലേ, അവർക്കാണെങ്കിൽ അങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല. അവർ റൂഡായിട്ട് സംസാരിച്ചിട്ട് അകത്തോട്ട് കയറി അങ്ങ് പോകും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നേ നമ്മളുടെ ഈ സൻഹയുടെ ഫാമിലിയിലാണെങ്കിൽ അവൻ്റെ അമ്മ അവൻ്റെ അച്ഛൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് കിടന്ന് ബഹളം വയ്ക്കുന്നതാണ്. അവരുടെ സൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബിൽഡിങ്ങിലുള്ള എല്ലാവർക്കും കേൾക്കായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും പുറത്തു നിന്നിട്ട് നോക്കിക്കൊണ്ടിരിക്കുക, ഇവരെന്തോ ഈ കാണിക്കുന്നതെന്ന് ആലോചിച്ചിട്ട്. അവർ കംപ്ലൈൻറ്റ് ചെയ്തതിൻ്റെ പേരിൽ പോലീസ് ഓഫീസേഴ്സ് അവിടെ വരും. അവർ വന്ന് ചെക്ക് ചെയ്യുമ്പോഴാണ് മനസ്സിലാവുന്നത് ആ വീട് വേറെ ആരുടെയല്ല, ആ പോലീസ് ഓഫീസേഴ്സിന് തന്നെ ഹെഡായിട്ടുള്ള ആളുടെ വീടായിരുന്നു. അവിടെയായിട്ട് അവർക്ക് മനസ്സിലാവും, അതായത് ഈ ഹെഡിൻ്റെ ഏറ്റവും ഇളയ മോളിപ്പോൾ റീസെൻ്റ് ആയിട്ടാണ് മരിച്ചത്. അതുകൊണ്ട് തന്നെ അയാളുടെ വൈഫിൻ്റെ മെൻ്റൽ ഹെൽത്ത് ഇപ്പോൾ അത്ര നല്ലതല്ല. അതുകൊണ്ടാണ് അവർ ഇത്രയും കടന്ന് ബഹളം വയ്ക്കുന്നത് എന്ന്. ഇതെല്ലാം നമ്മുടെ പോലീസ് ഓഫീസേഴ്സ് വന്ന് താഴെയുള്ള ആ നെയ്ബേഴ്സിൻ്റെ അടുത്ത് പറയും. ഇത് കേൾക്കുന്നതും എല്ലാവരും നല്ലതുപോലെ ഷോക്കായിരുന്നു. അവിടെയായിട്ട് നമ്മുടെ ജുവോണിൻ്റെ അച്ഛനാണെങ്കിൽ ഭയങ്കര ടെൻഷൻ എന്ന് വെച്ചാൽ സൻഹയുടെ കാര്യം ആലോചിച്ചിട്ടാ. ഈ വീട്ടിലെ വഴക്കൊക്കെ കാരണം അവൻ്റെ ആ ഒരു ചൈൽഡ്ഹുഡ് അല്ലേ നശിച്ചു പോകുന്നത്. അവിടെയായിട്ട് നമ്മളുടെ ജുവോണിൻ്റെ അച്ഛനാണെങ്കിൽ ജുവോണിൻ്റെ അടുത്ത് പറയും, മോളെ നിൻ്റെ അമ്മേനെ പറ്റി നിൻ്റെ അടുത്ത് ആരെങ്കിലും ചോദിച്ചാൽ നിനക്ക് വിഷമാവത്തില്ലേ. അതേപോലെ തന്നെ സൻഹ എടുത്ത് അവൻ്റെ അനിയത്തിനെ പറ്റി ചോദിക്കരുത്, അവന് സങ്കടമാവും. നീ അവൻ്റെ കൂടെ നല്ലതുപോലെ ഫ്രണ്ട്ലി ആവണം, എപ്പോഴേലും അവനെ നമ്മളുടെ വീട്ടിലോട്ടും വിളിച്ചുകൊണ്ട് വരണോ എന്ന്. ഇതൊക്കെ കേട്ട് നമ്മളുടെ ജുവോൺ ഓക്കെ പറയും. അവരങ്ങനെ വീട്ടിലോട്ട് കയറാൻ വരുന്നതും സൻഹ അവിടെ ഇരിക്കുന്നതാണ്. സൻഹനെ നമ്മളുടെ ജുവോണിൻ്റെ അച്ഛനാണെങ്കിൽ വീട്ടിലോട്ട് ഇൻവൈറ്റ് ചെയ്യും, എന്നാൽ അവൻ വരാൻ റെഡി ആവത്തില്ല. അവനങ്ങനെ തിരിച്ച് അവൻ്റെ വീട്ടിലോട്ട് ചെല്ലുന്നതും അവൻ്റെ അച്ഛൻ പറയും, മോനെ നിൻ്റെ അമ്മ അത്ര വലിയ ദുഷ്ടയൊന്നും അല്ല, അമ്മ ഭയങ്കര അപ്സെറ്റാണ്, അതുകൊണ്ടാണ് അമ്മ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നത്, നമുക്കല്ലേ അമ്മേനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ എന്ന്. അത് കേട്ടിട്ട് അവൻ തലയാട്ടും. അത് കഴിഞ്ഞ് കാണിക്കുന്ന നമ്മളുടെ ജുവോണിൻ്റെ അച്ഛനാണെങ്കിൽ അവിടുത്തെ ആ നെയ്ബറായിട്ടുള്ള ലേഡി പറഞ്ഞിട്ട് അറിയുന്നത്, അതായത് ജുവോണിൻ്റെ അനിയത്തി മരിക്കുന്ന സമയത്ത് അവൻ ഒറ്റയ്ക്ക് ആ വീട്ടിലുണ്ടായിരുന്നുള്ളൂ എന്ന്. അതുകൊണ്ട് തന്നെ അവൻ്റെ അമ്മ അവനെയാണ് കുറ്റക്കാരനായിട്ട് കാണുന്നത്. ഇത് കേൾക്കുന്നത് നമ്മുടെ ജുവോണിൻ്റെ അച്ഛന് വീണ്ടും അങ്ങ് ഒരുമാതിരിയാവും നമ്മുടെ സൻഹയുടെ കാര്യം ആലോചിച്ചിട്ട്. അത് കഴിഞ്ഞ് കാണിക്കുന്ന സൻഹ സ്കൂളിൽ നിന്ന് വരാൻ നേരത്ത് അവൻ അവിടെ സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നതാണ്. കാര്യം അവൻ്റെ അമ്മ ഒന്നും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. അവനവിടെ ന്യൂഡിൽസ് ഉണ്ടാക്കാനായിട്ട് നോക്കുന്നത് പെട്ടെന്ന് തന്നെ അവൻ്റെ അനിയത്തി മരിച്ച ഒരു ഇൻസിഡൻറ്റ് ഓർമ്മ വരും. അന്നും അവൻ ന്യൂഡിൽസ് ഉണ്ടാക്കുമായിരുന്നു. അങ്ങനെ അവൻ പേടിച്ചിട്ട് പെട്ടെന്ന് തന്നെ ആ ന്യൂഡിൽസുമായിട്ട് സ്റ്റെയറിൻ്റെ അടുത്ത് വന്നിരുന്ന് പച്ചയ്ക്ക് കഴിക്കാനായിട്ട് തുടങ്ങും. ഇത് നമ്മളുടെ ജുവോൺ കാണും. അവൾ വന്നിട്ട് പറയും, എൻ്റെ വീട്ടിൽ നല്ല ടേസ്റ്റി ഫുഡുണ്ട്, നീ കഴിക്കാൻ വരുന്നു എന്ന്. എന്നാൽ നമ്മളുടെ സൻഹയാണെങ്കിൽ അതിന് സമ്മതിക്കത്തില്ല. അവൾ ഇക്കാര്യം വന്ന് അവളുടെ അച്ഛൻ്റെ അടുത്ത് പറയുന്നതും അച്ഛനാണെങ്കിൽ ഇവളുടെ കയ്യിൽ ഒരു പാൻ കേക്ക് ഉണ്ടാക്കി കൊടുത്തിട്ട് പറയും, ഇത് അവന് കൊണ്ടുപോയി കൊടുക്കുക എന്ന്. എന്നാൽ നമ്മുടെ സൻഹയാണെങ്കിൽ അതും വാങ്ങിക്കാൻ റെഡി ആയിരുന്നില്ല. അവൻ പറയും, എനിക്ക് വിശപ്പില്ല എന്ന് പറഞ്ഞ് കയറി അങ്ങ് പോവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് വേറൊരു ലേഡീനെ മോനെയാണ്. അവരിപ്പോൾ വരുന്നത് തന്നെ നമ്മളുടെ ജുവോണിൻ്റെ അച്ഛനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്തിനാന്ന് വെച്ചാൽ ഒരു ബ്ലൈൻഡ് ഡേറ്റിന് വേണ്ടിയിട്ടായിരുന്നു. അവരുടെ ഫസ്റ്റ് മീറ്റിങ്ങിൽ തന്നെ നമ്മളുടെ ജുവോണിൻ്റെ അച്ഛനാണെങ്കിൽ അബദ്ധത്തിൽ കുറച്ച് വെള്ളം എടുത്ത് ഈ ലേഡിയുടെ തലവഴി അങ്ങ് ഒഴിച്ചു കൊടുക്കും. അങ്ങനെ നമ്മളുടെ ജുവോണിൻ്റെ അച്ഛന് കാര്യം മനസ്സിലാവുന്നതും അയാൾ വീട്ടിലായിട്ട് ഇവരെ കൊണ്ടുവരും. നമ്മളുടെ ജുവോണിനാണെങ്കിൽ ഈ ലേഡീനെ മോനെ അത്രയും കൂടി ഇഷ്ടപ്പെട്ടതേ ഇല്ല. അവിടെയായിട്ട് ആ വയസ്സായ അമ്മൂമ്മയില്ലേ, അവരാണെങ്കിൽ ജുവോണിൻ്റെ അടുത്ത് പറയും, മോളെ നീയല്ലേ പറഞ്ഞ നിനക്കൊരു ബ്രദറിനെ വേണോ എന്ന്. ഉടനെ തന്നെ ജുവോൺ പറയും, എനിക്ക് ബ്രദറിനെ വേണോന്നാ പറഞ്ഞത്, അല്ലാണ്ട് എനിക്ക് അമ്മയെ വേണോന്ന് പറഞ്ഞിട്ടില്ല. ഇവിടെയാണെങ്കിൽ ഇവർ കല്യാണം കഴിക്കാൻ പോകാന്ന് അറിഞ്ഞിട്ടാണ് നമ്മുടെ ജുവോൺ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ഈ അമ്മാമ്മയാണെങ്കിൽ നമ്മളുടെ ജുവോണിനെയും അതേപോലെ തന്നെ ആ കൊച്ചിറക്കനില്ലേ, അവരെ രണ്ടുപേരെയും പുറത്തോട്ട് കൊണ്ടുപോകും. ഈ കൊച്ചിറക്കൻ്റെ പേരെന്ന് വെച്ചാൽ ഹേജുൻ എന്നാണ്. ഇവനാണെങ്കിൽ നമ്മളുടെ ജുവോണിൻ്റെ അടുത്ത് മാക്സിമം കൂട്ടാവാൻ നോക്കും. എന്നാൽ നമ്മളുടെ ജുവോൺ ആണെങ്കിൽ അമ്പിനും വില്ലിനും അടുക്കാത്തൊരു ടൈപ്പായിരുന്നു. അവളാണെങ്കിൽ ഇവിടെ നമ്മളുടെ ഹേജുൻ്റെ അടുത്ത് മുഖം ഘടിപ്പിച്ച് വെച്ചുകൊണ്ട്
കളിച്ചുകൊണ്ടിരിക്കും. നമ്മളുടെ ഹേജിനാണെങ്കിൽ അവളുടെ അടുത്ത് സംസാരിക്കാൻ മാക്സിമം ട്രൈ ചെയ്യും. എന്നാൽ ഇവളിതൊന്നും കേൾക്കാൻ റെഡിയായിരുന്നില്ല. അവൾ അവിടെയാണെങ്കിൽ ഓടി കളിച്ചുകൊണ്ടിരിക്കും. പെട്ടെന്ന് തന്നെ അവൾ നമ്മുടെ സൻഹേനെ കാണുന്നത് ഭയങ്കര ഹാപ്പിയാവും. അവൻ്റെ അടുത്തൊന്ന് സംസാരിക്കാൻ ഒരുങ്ങുന്നേയും രണ്ട് ചെറുക്കന്മാർ നമ്മുടെ സൻഹേനെ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യുമായിരുന്നു. അതായത് അവൻ്റെ അനിയത്തി മരിക്കാനുള്ള റീസൺ തന്നെ ഇവനാണ്, ഇവൻ ഭയങ്കര അൺലക്കിയാണെന്ന് പറഞ്ഞിട്ട്. ഇത് കേൾക്കുന്നേ നമ്മുടെ ജുവോൺ അങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല. അവൾ പറയും, നിങ്ങൾ എന്തിനാ ഇങ്ങനെ സൻഹ എടുത്ത് സംസാരിക്കുന്നത്, അവൻ അങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് ഇവന്മാരോട് അടി കൂടാൻ ചെല്ലും. അത് കാണുന്നത് നമ്മുടെ ഹേജിന് ഇവളെ സപ്പോർട്ട് ചെയ്യാൻ ഇവന്മാരോട് അടി കൂടും. ഇതൊക്കെ കണ്ടിരിക്കുന്നത് നമ്മുടെ സൻഹയ്ക്ക് മനസ്സിലാവും ഇവന് വേണ്ടിയിട്ട് ഇവർ അടി കൂടുന്നതെന്ന് വെച്ചിട്ട് അവന് ഇവരുടെ കൂടെ ജോയിൻ ചെയ്യും. ഭയങ്കര വലിയ ഫൈറ്റാണ് നടക്കുന്നത്. വീട്ടുകാരെല്ലാവരും അറിയും. അങ്ങനെ എല്ലാവരും വന്ന് നിൽക്കും. അവിടെയായിട്ട് നമ്മളുടെ ജുവോണിൻ്റെ അച്ഛനാണെങ്കിൽ അവളുടെ അടുത്ത് പറയും, നീ ആ ചെറുക്കന്മാരത്ത് സോറി പറയണമെന്ന്. എന്നാൽ അവൾ പറയും, ഞാനൊരിക്കലും പറയത്തില്ല, സൻഹേനെ അൺലക്കിയാന്ന് ഇവന്മാർ തന്നെ പറഞ്ഞത്. അത് കേൾക്കുന്നേ നമ്മളുടെ ജുവോണിൻ്റെ അച്ഛനാണെങ്കിൽ ആ ലേഡിയുടെ അടുത്തൊക്കെ പറയും, നിങ്ങളുടെ മോനാണ് ഇവിടെ തെറ്റ് ചെയ്തത്, അപ്പോൾ നിങ്ങൾ സോറി ചോദിച്ചേ പറ്റത്തുള്ളൂ. അങ്ങനെ ആ ലേഡി ആണെങ്കിൽ നമ്മളുടെ ജുവോണിൻ്റെ മുമ്പിലായിട്ടും സൻഹയുടെ മുമ്പിലായിട്ടും സോറിയൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവും. സൻഹ അവിടെ നമ്മളുടെ ജുവോണിൻ്റെ അച്ഛനടുത്ത് താങ്ക് യു പറഞ്ഞ് പോകാൻ ഒരുങ്ങുന്നേ അയാൾ പറയും, നീ ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങളുടെ വീട്ടിലോട്ട് വന്നേ പറ്റത്തുള്ളൂ എന്ന്. ഇത് കേട്ട് നമ്മളുടെ ജുവോണിന് നല്ല സന്തോഷം. അവൾ വേഗം തന്നെ സൻഹേനെ വിളിച്ചുകൊണ്ട് വീട്ടിലായിട്ട് വരും. അവിടെ എല്ലാവരും ഫുഡ് കഴിക്കുമായിരുന്നു. നമ്മളുടെ ജുവോണിൻ്റെ അച്ഛനാണെങ്കിൽ ഹേജിൻ്റെ പ്ലേറ്റിലായിട്ട് ചിക്കനൊക്കെ എടുത്ത് വെച്ച് കൊടുക്കും. എന്നാൽ ഇത് കാണുന്നേ ജുവോണിന് ഇഷ്ടപ്പെടത്തില്ല. അവൾ ആ ചിക്കൻ എടുത്ത് നമ്മളുടെ സൻഹയുടെ പ്ലേറ്റിലായിട്ട് വെക്കും. എന്നാൽ ഇത് കാണുന്നേ നമ്മുടെ ഹേജിന് അങ്ങനെ മോശം ഫീലിംഗ് ഒന്നും വരത്തില്ല. എന്താണെന്ന് വെച്ചാൽ അവൻ ഇവിടുത്തെ ഫുഡ് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. അവൻ്റെ അമ്മയാണെങ്കിൽ ഒരു പാർലർ നടത്തുന്നത് കൊണ്ട് തന്നെ അവരെപ്പോഴും ഭയങ്കര ബിസി ആയിരിക്കും. അവൻ അങ്ങനെ ഹോംലി ഫുഡ് കഴിക്കുന്നതൊക്കെ ഭയങ്കര റെയറാണ്. അവിടെയായിട്ട് നമ്മളുടെ ഈ ജുവോണിൻ്റെ അച്ഛനാണെങ്കിൽ ആ ലേഡീനെയും ഹേജുവിനെയും ബസ് സ്റ്റോപ്പിൽ കൊണ്ടാക്കാനായിട്ട് പോകും. നമ്മളുടെ ജുവോണാണെങ്കിൽ സൻഹയുടെ കൂടെ കളിക്കാനായിട്ട് തുടങ്ങും. അവിടെ സൻഹ ചോദിക്കും, നിനക്ക് എന്താ ആ ലേഡി നിൻ്റെ അമ്മയാവുന്ന ഇഷ്ടമല്ലേ? അപ്പോൾ അവൾ പറയും, ഒട്ടും ഇഷ്ടമല്ല, എൻ്റെ അമ്മ ഭയങ്കര സുന്ദരിയാണ്. അവിടെ അവർ രണ്ടുപേരും നന്നായിട്ട് കളിക്കും. ഇതൊക്കെ നമ്മളുടെ സൻഹയുടെ അമ്മ മുകളിൽ നിന്ന് നോക്കുന്നുണ്ടായിരുന്നു. അവർക്കിത് കണ്ടിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല. അത് കഴിഞ്ഞ് കാണിക്കുന്ന സൻഹയും നമ്മളുടെ ജുവോണും കൂടി അവളുടെ വീട്ടിലായിട്ട് വന്നിട്ട് അവളുടെ അമ്മയുടെ ഫോട്ടോസൊക്കെ നോക്കുന്നതാണ്. അവൾ പറയും, ഞാനിതൊക്കെ ഒളിച്ചും പാത്തോ നോക്കുന്നത്, എൻ്റെ അച്ഛൻ ഈ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര അപ്സെറ്റ് ആവും. നിനക്ക് നിൻ്റെ അനിയത്തിയുടെ ഫോട്ടോ കണ്ടാലും ഇതേപോലെ ആയിരിക്കല്ലേ ഫീൽ ആവുന്നത്. പെട്ടെന്ന് തന്നെ നമ്മളുടെ സൻഹയാണെങ്കിൽ ഒന്നും മിണ്ടത്തില്ല. അവിടെയായിട്ട് നമ്മളുടെ ജുവോൺ പറയും, നീ എപ്പോഴെങ്കിലും നിൻ്റെ അനിയത്തിനെ മിസ് ചെയ്യുമ്പോൾ ഫോട്ടോ എടുത്ത് വെച്ച് നോക്കിയാൽ മതി, നീ ഓക്കെ ആയിരിക്കും എന്ന്. അങ്ങനെ നമ്മളുടെ സൻഹയാണെങ്കിൽ അന്ന് നൈറ്റ് വീട്ടിൽ വന്നിട്ട് ഒളിച്ചും പാത്തും അവൻ്റെ അനിയത്തിയുടെ ഫോട്ടോ എടുത്ത് വെച്ച് നോക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ഹേജുനെയും അവൻ്റെ അമ്മേനെയാണ്. അവിടെ ഹേജുൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവൻ അവൻ്റെ അമ്മയെടുത്ത് പറയും, എനിക്ക് ജുവോണിൻ്റെ അച്ഛനെ ഭയങ്കര ഇഷ്ടമായി എന്ന്. ഇത് കേൾക്കുന്ന ഹേജുൻ്റെ അമ്മയ്ക്കും നല്ല സന്തോഷമാവും. അവർക്ക് ആ സമയത്ത് ഒരു കോള് വരും. പെട്ടെന്ന് തന്നെ അവർ ഭയങ്കരമായിട്ട് അപ്സെറ്റ് ആവുകയും ചെയ്യും. അടുത്ത ദിവസം തന്നെ നമ്മളുടെ ഹേജുനെ അവരുടെ അനിയത്തിയുടെ അടുത്തായിട്ട് ആക്കിയിട്ട് അവർ പെട്ടെന്ന് തന്നെ ഒരു ജോലിക്കാരിയുമായിട്ട് പുറത്തോട്ട് പോകാനായിട്ടിരുങ്ങും. അവൻ നല്ല കരച്ചിലാണ്. അത് കഴിഞ്ഞ് കാണിക്കുന്ന നമ്മളുടെ ജുവോണിൻ്റെ അച്ഛനെയാ. അയാളാണെങ്കിൽ അവിടുത്തെ അമ്മാമ്മ എടുത്ത് സംസാരിക്കുമായിരുന്നു. അതായത് നമ്മളുടെ ഹേജുൻ്റെ അമ്മേനെ ഇപ്പോൾ വിളിച്ചിട്ട് കിട്ടുന്നില്ല, അവരിപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ ഇൻട്രസ്റ്റഡ് അല്ല എന്നാ തോന്നുന്നതെന്ന്. പെട്ടെന്ന് തന്നെ അവർ പറയും, അവൾ അങ്ങനെയുള്ളൊരു പെൺകുട്ടിയല്ല, മിക്കവാറും അവൾ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ പെട്ട് കാണും, അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കാറില്ല എന്ന്. 2 ദിവസം കഴിയുന്നത് നമ്മളുടെ ജുവോണിൻ്റെ അച്ഛനാണെങ്കിൽ ഒരു അൺനോൺ നമ്പറിൽ നിന്ന് കോൾ വരും. അത് വേറെ ആരുമല്ല, നമ്മുടെ ഹേജുൻ്റെ അമ്മ തന്നെയായിരുന്നു. അവർ പറയും, എനിക്കാണെങ്കിൽ എമർജൻസി ആയിട്ട് കുറച്ച് പൈസ വേണം, ഞാൻ തിരിച്ച് വന്ന ഉടനെ തന്നെ തരാം, ഞാനൊരു പാർലർ ഇട്ടിട്ട് ആ പൈസ തിരിച്ചു തരാം എന്നൊക്കെ പറയും. ഇത് കേൾക്കുന്നേ നമ്മളുടെ ജുവോണിൻ്റെ അച്ഛനൊന്നും ചോദിക്കാണ്ട് പെട്ടെന്ന് തന്നെ അവർക്ക് ക്യാഷ് കൊടുക്കാൻ വേണ്ടിയിട്ട് റെഡിയാവും. അതേപോലെ തന്നെ ഹേജുനെ പറ്റി ചോദിക്കുമ്പോൾ അവർ പറയും, ഞാൻ എൻ്റെ അനിയത്തിയുടെ അടുത്തായിട്ട് അവനെ ആക്കിയിട്ടാണ് വന്നിരിക്കുന്നേ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന 2-3 ദിവസം കഴിയുന്നത് നമ്മളുടെ ജുവോണിൻ്റെ അച്ഛനാണെങ്കിൽ ഹേജുനെ തിരക്കിയിട്ട് അവൻ്റെ ആ വീട്ടിലായിട്ട് ചെല്ലുന്നേ. അവനവിടെ അവൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. അങ്ങനെ നമ്മളുടെ ജുവോണിൻ്റെ അച്ഛൻ ആ വീട്ടിനകത്ത് കയറുന്നതും മനസ്സിലാവും. അതായത് അവൻ്റെ ആൻറ്റി ആണെങ്കിൽ അവനെ നല്ലതുപോലല്ല നോക്കുന്നത് എന്ന്. അവനവിടെ ഇൻസ്റ്റൻറ്റ് നൂഡിൽസാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ നമ്മളുടെ ജുവോണിൻ്റെ അച്ഛൻ അവന് ഫുഡൊക്കെ കൊടുക്കും. എന്നിട്ട് അവൻ്റെ അടുത്ത് എങ്ങനെയുണ്ട് കാര്യങ്ങൾ എന്നൊക്കെ ചോദിക്കും. പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് അവൻ്റെ ആൻറ്റി വരും. ഇത് കാണുന്നത് നമ്മളുടെ ജുവോണിൻ്റെ അച്ഛനാണെങ്കിൽ ചോദിക്കും, ഞാനിവനെ വീട്ടിലായിട്ട് കൊണ്ടുപോയിക്കോട്ടെ, ഞാനിവനെ പൊന്നുപോലെ നോക്കിക്കോളാം, ഇവൻ്റെ അമ്മ വരുന്നതും ഇവനെ ഞാൻ തിരിച്ചയച്ചേക്കാം. ഇത് കേൾക്കുന്നത് നമ്മളുടെ ഹേജുന് ഭയങ്കര സന്തോഷമാവും. അവൻ്റെ ആൻറ്റിയും എതിർത്തൊന്നും പറയത്തില്ല. കാര്യം അവർക്ക് തന്നെ അവരുടെ കാര്യം നോക്കാൻ ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന സൻഹയുടെ അമ്മേനെയാണ്. അവരാണെങ്കിൽ നമ്മുടെ സൻഹയുടെ റൂമിൽ വന്ന് നോക്കുമ്പോൾ അവിടെയായിട്ട് അവൻ്റെ അനിയത്തിയുടെ ഫോട്ടോ കാണും. ഇത് കാണുന്നേ അവരതിനെ കീറി നാശമാക്കി വയ്ക്കും. അവിടെയായിട്ട് നമ്മുടെ സൻഹയുടെ അച്ഛൻ വരുന്നതും ഈ ലേഡി പറയാനായിട്ട് തുടങ്ങും, എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല, എനിക്കിവിടെ മനസ്സമാധാനമായിട്ട് ഫുഡ് കഴിക്കാനോ ചിരിക്കാനോ സന്തോഷിക്കാനോ പറ്റുന്നില്ല. എന്നാൽ സൻഹ എന്തുവാ ചെയ്യുന്നത്, അവൻ അപ്പുറത്തെ വീട്ടിൽ പോയി ഫുഡ് കഴിക്കുകയും അതേപോലെ തന്നെ ആ പെങ്കുച്ചിൻ്റെ കൂടെ കിടന്ന് ചിരിച്ച് കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവനെ കാണുവാണ് എനിക്ക് എൻ്റെ മോളെ നഷ്ടപ്പെട്ടത്, അവൻ അതിൻ്റെ എന്തെങ്കിലും ബോധമുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരവിടെ കിടന്ന് ബഹളം വയ്ക്കും. ഇത് കേൾക്കുന്നേ നമ്മുടെ സൻഹയുടെ അച്ഛൻ പറയും, അവനൊരു കൊച്ചുകുട്ടിയാണ്, നീ എന്തിനാ അവനെ പറ്റി ഇങ്ങനെയൊക്കെ പറയുന്നത്, അവനൊന്നും
ഒന്നും അറിഞ്ഞൂടല്ലോ എന്ന്. എന്നാൽ ഈ ലേഡിയാണെങ്കിൽ അതൊന്നും സമ്മതിച്ചു കൊടുക്കത്തില്ല. അവരവിടെ കിടന്ന് ബഹളം വെക്കും. യഥാർത്ഥത്തിൽ ഇതെല്ലാം പുറത്ത് നിന്നിട്ട് നമ്മുടെ സൻഹ കേൾക്കുന്നുണ്ടായിരുന്നു. അവൻ പെട്ടെന്ന് തന്നെ അകത്ത് കയറി വന്നിട്ട് അമ്മയടുത്ത് സോറി പറയും. അവൻ പറയും, ഞാൻ ഇനി ഒരിക്കലും ചിരിക്കത്തില്ല, ഞാൻ ഇനി ഒരിക്കലും അപ്പുറത്തെ വീട്ടിൽ പോവത്തില്ല, ഫുഡ് കഴിക്കത്തില്ല എന്ന്. അമ്മ എന്നെ ഉപേക്ഷിച്ചിട്ട് പോവല്ലേ എന്നും പറഞ്ഞിട്ട് സൻഹ അവിടെ ഭയങ്കരമായിട്ട് കിടന്ന് കരയും. എന്നാൽ ഈ ലേഡിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവിടെ റൂമിൽ കയറിയിട്ട് ആ ഡോറങ്ങ് അടയ്ക്കും. നമ്മുടെ സൻഹ അവിടെ നിന്ന് നല്ലതുപോലെ കരയുന്നുണ്ടായിരുന്നു. എന്നാൽ അവർക്കാണെങ്കിൽ അവൻ്റെ അടുത്ത് ഒരു ദയം തോന്നുന്നില്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ ജുവോൻ്റെ അച്ഛനാണെങ്കിൽ ഹേജുനെയും കൊണ്ട് ആ വീട്ടിലായിട്ട് വരുന്നതാണ്. അവിടെ നമ്മളുടെ ഹേജുൻ പറയും, എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്, ഞാനാണെങ്കിൽ ആഗ്രഹിക്കുന്നത് തന്നെ നിങ്ങൾ എൻ്റെ അച്ഛനായിരുന്നെങ്കിൽ എന്നാ. പെട്ടെന്ന് തന്നെ നമ്മളുടെ ജുവോൻ്റെ അച്ഛൻ പറയും, നിനക്ക് എന്നെ അച്ഛ എന്ന് വിളിക്കാം, നീ എത്ര നാൾ ഇവിടെ നിൽക്കുന്നോ അത്രയും നാൾ ഇവിടെ നിൽക്കുക എന്ന് പറയും. ഇത് കേൾക്കുന്നത് നമ്മുടെ ജുവോണിന് അങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല. അവൾ അവിടെ ബഹളം വെച്ചുകൊണ്ട് ഇവനെ അടിക്കാൻ വേണ്ടിയിട്ട് വരും. എന്നാൽ നമ്മളുടെ ജുവോൻ്റെ അച്ഛനാണെങ്കിൽ ഇവളെ പിടിച്ചിരുത്തിയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കും. അതായത് ഹേജുൻ കുറച്ച് നാളത്തേക്ക് ഇവിടെ കാണത്തുള്ളൂ, അതുവരെ നീ അവൻ്റെ അടുത്ത് നല്ലതുപോലെ ബിഹേവ് ചെയ്യണം എന്ന്. എന്നാൽ നമ്മളുടെ ജുവോൺ അതിനൊന്നും റെഡി ആയിരുന്നില്ല. ഇവർ മൂന്നൊരു ഫുഡ് കഴിക്കാൻ നേരത്ത് നമ്മളുടെ ജുവോൻ്റെ അച്ഛൻ അവളുടെ അടുത്ത് അത് തന്നെ പറയുന്നത്, ഇവൻ നിന്റെ ബ്രദറാണ് എന്ന്. എന്നാൽ നമ്മുടെ ജുവോൺ പറയും, അല്ല, എനിക്ക് നന്നായിട്ടറിയാം ഇവൻ്റെ അമ്മേനെ അച്ഛൻ കല്യാണം കഴിക്കാൻ പോവുമല്ലേ, ഞാൻ അതിനെ ഒരിക്കലും സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞാൽ അവൾ അവിടെ കിടന്ന് ബഹളം വെച്ച് കിടന്ന് കരയാനായിട്ട് തുടങ്ങും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അടുത്ത ദിവസം നമ്മളുടെ ജുവോൺ ആണെങ്കിൽ സൻഹയെ കാണാൻ വേണ്ടിയിട്ട് വരുന്നയാ. എന്നാൽ അവൻ പറയും, ഇനി മുതൽ ഞാൻ നിന്റെ കൂടെ കളിക്കാനൊന്നും വരത്തില്ല, എന്നെ മീറ്റ് ചെയ്യാൻ വരരുത് എന്ന്. അതേസമയം തന്നെ നമ്മുടെ സൻഹയുടെ അമ്മയാണെങ്കിൽ പെട്ടിയൊക്കെ എടുത്തിട്ട് അതിലെ പോവുമായിരുന്നു. ഇത് കാണുന്നേ നമ്മളുടെ ജുവോൺ വന്നിട്ട് അവൻ്റെ അമ്മയെടുത്ത് ചോദിക്കും, സൻഹ എൻ്റെ വീട്ടിൽ വന്ന് ഫുഡ് കഴിച്ചോട്ടെ, ഞങ്ങൾ തമ്മിൽ കളിച്ചോട്ടെ. പെട്ടെന്ന് തന്നെ അവൻ്റെ അമ്മ തിരിഞ്ഞു നിന്നിട്ട് ചോദിക്കും, സൻഹ നിന്റെ ആരാ, നിന്റെ ബ്രദറാണോ? അപ്പോൾ അവൾ പറയും അതേ എന്ന്. പെട്ടെന്ന് തന്നെ സൻഹയുടെ അമ്മ പറയും, എങ്കിൽ പിന്നെ നീ തന്നെ അവനെ എടുത്തോ, എനിക്കിനി അവനെ വേണ്ട എന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്നങ്ങ് പോവും. സൻഹ അവിടെ കിടന്ന് ഭയങ്കരമായിട്ടും കരയും. എന്നാൽ നമ്മുടെ ജുവോണിന് നല്ല സന്തോഷം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കാണിക്കുന്ന നമ്മളുടെ സൻഹയും ജുവോണും അതേപോലെ തന്നെ ഹേജുനും കൂടെ ഒരുമിച്ച് നമ്മുടെ ജുവോന്റെ വീട്ടിൽ തന്നെ നിൽക്കുന്ന അവർ ഭയങ്കര കൂട്ടായിരുന്നു. 3 പേരും ഇപ്പോൾ ഒരുമിച്ചാ ജീവിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അവർ വലുതായതിനു ശേഷമാണ്. അവിടെ നമ്മുടെ സൻഹയുടെ അച്ഛനും ഇവരുടെ കൂടെ തന്നെ നിൽക്കുന്നത്. സൻഹയുടെ അമ്മ പോയതിനു ശേഷം ഇവരെല്ലാവരും ഇപ്പോൾ ഒരു ഫാമിലിനെ പോലെയാണ്. അവിടെയായിട്ട് നമ്മുടെ ജുവോൺ വരും. അവൾ വന്നിട്ട് പറയുന്നത് തന്നെ, നമുക്ക് എല്ലാവർക്കും നമ്മളുടെ സർനെയിം ഒരേപോലെ ആക്കണം. എന്നാൽ ഇവിടെ ആരും അത് സീരിയസ് ആയിട്ട് എടുക്കത്തില്ല. നമ്മളുടെ ജുവോൺ പറയും, ഇതിൽ ആരെങ്കിലും ഒരാളെ അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പേര് എൻ്റെ പേരുമായിട്ട് സെയിം ആക്കാൻ പറ്റുമല്ലോ എന്നാ. നമ്മളുടെ ജുവോണിന്റെ ഏറ്റവും വലിയ ഡ്രീം എന്ന് പറയുന്നത് അവരുടെ എല്ലാം ഫാമിലി നെയിമിന്റെ സർനെയിമില്ലേ അതിനെല്ലാം സെയിം ആക്കണം എന്നാ. അവള് പറയും, ഒരു ദിവസം ഞാനത് ആക്കിയിട്ട് അടങ്ങത്തുള്ളൂ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ഫ്ലാഷ് ബാക്കിലുള്ള സീനാണ്. അവിടെയാണെങ്കിൽ നമ്മളുടെ സൻഹ ഭയങ്കരമായിട്ട് പഠിക്കുന്ന ടൈപ്പാണ്, അവൻ മെച്ചോർ ടൈപ്പുമാണ്. എന്നാൽ നമ്മളുടെ ജുവോണും അതേപോലെ ഹേജുനും എന്ന് പറഞ്ഞാൽ ഭയങ്കര കുട്ടിക്കളിയുള്ളവരാ. അവരെ നല്ലതുപോലെ നോക്കുന്നത് തന്നെ നമ്മുടെ സൻഹയാണ്. ഫുഡ് കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നതും അവൻ തന്നെയാണ്. അതേപോലെ തന്നെ ഈ രണ്ടെണ്ണം ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ. അതുകൊണ്ട് നമ്മളുടെ ഈ ജുവോന്റെ പുറകെയാണ് ഉള്ള പെൺപിള്ളാരല്ല, അതായത് ഇവളുടെ ബ്രദേഴ്സ് അല്ല ഇവന്മാർ രണ്ടുപേരും, ഇവന്മാർക്കുള്ള ലെറ്റേഴ്സ് ഇവള് കൊടുക്കണം എന്നും പറഞ്ഞിട്ട്. എന്നാൽ നമ്മളുടെ ജുവോൺ ആണെങ്കിൽ ലെറ്റർ കൊടുത്ത് ഇവന്മാർ വാങ്ങിക്കത്തില്ല. അതുകൊണ്ട് തന്നെ പ്രശ്നം മൊത്തവും വരുന്നത് നമ്മളുടെ ജുവോണാ. എല്ലാവരും വന്നിട്ട് ഇവളെ വരട്ടും, അതായത് നീ യഥാർത്ഥത്തിൽ അവന്മാരുടെ സിസ്റ്റർ അല്ല, അതുകൊണ്ടാണ് നീ ഇപ്പം ഇങ്ങനെ ചെയ്യുന്നത്, നിനക്ക് അവന്മാരുടെ ഇൻട്രസ്റ്റ് അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ജുവോന്റെ ഏറ്റവും വലിയ ഡ്രീം എന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് ഇവന്മാരെ അഡോപ്റ്റ് ചെയ്തെടുക്കണമെന്നാ. എന്നാൽ നമ്മളുടെ ഹേജുനും അതേപോലെ തന്നെ സൻഹയും അതിന് റെഡി ആവത്തില്ല. അവിടെയായിട്ട് നമ്മളുടെ ഹേജുൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കും, നീ വിഷമിക്കുകയൊന്നും വേണ്ട, നിന്റെ പേഴ്സണാലിറ്റി ഭയങ്കര സ്ട്രെയിറ്റ് ആയതുകൊണ്ടാണ് എല്ലാവരും വന്ന് നിന്നെ ബുള്ളി ചെയ്യുന്നത്. അപ്പോൾ നീ നിന്റെ പേഴ്സണാലിറ്റി ചേഞ്ച് ആക്കി കഴിഞ്ഞാൽ ആരും നിന്നെ ബുള്ളി ചെയ്യാൻ വരത്തില്ല. അവിടെയായിട്ട് നമ്മളുടെ സൻഹ അവളുടെ അടുത്ത് പറയും, നീ അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല, ആരെങ്കിലും നിന്നെ ബുള്ളി ചെയ്യാൻ വന്നാൽ ഡയറക്റ്റായിട്ട് പോയി അങ്ങ് റിപ്പോർട്ട് ചെയ്താൽ മതി എന്ന്. എന്നാൽ നമ്മളുടെ ഹേജുനാണെങ്കിൽ പറയും, ഇവൻ പറയുന്നതൊന്നും കേൾക്കല്ലേ, നീ ഞാൻ പറയുന്നത് പോലെ കേട്ടാൽ മതി, ആരെങ്കിലും നിന്നെ ടോർച്ചർ ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ നീ അവരുടെ മുമ്പിലായിട്ട് പ്രാന്തിനെ പോലെ അഭിനയിച്ചാൽ മതി, അവർ പേടിച്ച് ഓടിക്കോളൂ എന്ന്. അങ്ങനെ നമ്മളുടെ ജുവോന്റെ മുമ്പിലായിട്ട് 2-3 പെൺപിള്ളേർ വരും. അവരാണെങ്കിൽ നമ്മളുടെ ജുവോനെ വരട്ടാൻ വേണ്ടിയിട്ട് നോക്കും. നമ്മളുടെ ജുവോൺ അവളുടെ പഠിച്ച പണി 18 നോക്കും ഇവളുമാരെ വരട്ടാൻ വേണ്ടിയിട്ട്. എന്നാൽ ഒന്നും നടക്കത്തില്ല. അവസാനം സൻഹ പറഞ്ഞ ആ ഒരു മാർഗം തന്നെ സ്വീകരിക്കാന്ന് വെച്ചിട്ട് ഇവള് നേരെ പ്രിൻസിപ്പളിന്റെ റൂമിലോട്ട് ഓടും. എന്നാൽ പോകുന്ന വഴിയിൽ വെച്ചിട്ട് അവൾ അവിടെ ഉണ്ടായിരുന്ന ഒരു കുളത്തിലായിട്ട് തെന്നി അങ്ങ് വീഴും. ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്ന നമ്മുടെ ജുവോന്റെ ക്ലാസ്സിലെ ഒരു ലീഡർ പെങ്കൊച്ചുണ്ട്. അവൾ വേഗം തന്നെ നമ്മുടെ സൻഹ എടുത്തും അതേപോലെ തന്നെ ഹേജുന്റെ അടുത്തും വന്നിട്ട് പറയും, അവരുടെ അനിയത്തി ഇപ്പോൾ ഡേഞ്ചറിലാണ് എന്ന്. നമ്മളുടെ ജീവോൺ ആണെങ്കിൽ ആ കുളത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നത് അവളുടെ ദേഹത്തുനിന്ന് നല്ലതുപോലെ സ്മെല്ല് വരുന്നുണ്ടായിരുന്നു. എല്ലാവരും നമ്മളുടെ ജീവോനെ കളിയാക്കാനായിട്ട് തുടങ്ങും. പെട്ടെന്ന് തന്നെ ജീവോൺ അവിടെ വിക്ടിം കളിക്കും. അതായത് എന്നോട് ക്ഷമിക്കണം, ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, നിങ്ങൾ എന്തിനാ എന്നെ തള്ളിയിട്ടത് എന്നും പറഞ്ഞിട്ട്. അതേസമയം തന്നെ അവിടെയായിട്ട് നമ്മുടെ ഹേജുൻ എത്തിയിട്ടുണ്ടായിരുന്നു. അവനാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മളുടെ ജീവോന്റെ മുഖമൊക്കെ തുടയ്ക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ ആ ടീഷർട്ട് ഊരി അവളുടെ ദേഹമൊക്കെ തുടച്ചു കൊടുക്കും. പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് നമ്മുടെ സൻഹ വരും. അവനാണെങ്കിൽ ആ കോട്ടൊക്കെ ഊരിയിട്ട് ഇവളെ കവർ ചെയ്തിട്ട് എല്ലാവരും
എല്ലാവരുടെയും മുമ്പിലായിട്ട് ഇവളെ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കും. അവിടെ അവൻ എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് നമ്മളുടെ ഹേജനില്ലേ അവന്റെ ചെവിയിലായിട്ട് പിടിക്കും. എന്താന്ന് വെച്ചാൽ അവനല്ലേ നമ്മളുടെ ജീവോണ് ഈ ഐഡിയ എല്ലാം പറഞ്ഞു കൊടുത്തത്. ഇവിടെ നമ്മളുടെ ജീവോണും സൻഹയും അതേപോലെ തന്നെ ഹേജുനും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവരുടെ ലൈഫ് അവർ ഭയങ്കര ഹാപ്പി ആയിട്ട് തന്നെ ജീവിക്കുന്നത്. അവരുടെ പാസ്റ്റിനെ പറ്റി അവർ ആലോചിക്കുന്നേ ഇല്ല. എന്നാൽ അവിടെയുള്ള ആ നെയ്ബേഴ്സ് ഉണ്ടല്ലോ, അവരാരെങ്കിലും ഇവരെ മൂന്നുപേരും ഒരുമിച്ച് കണ്ടു കഴിഞ്ഞാൽ ഇവരെ കണ്ടിട്ട് പറയും നിങ്ങൾ എന്താ അൺലക്കി ആണല്ലേ എന്നും പറഞ്ഞിട്ട് ഇവരിങ്ങനെ കുത്തി വേദനിപ്പിക്കാൻ തുടങ്ങും. അതായത് 3 പേരുടെ അമ്മമാര് 3 പേരെയും കുഞ്ഞിലെ തന്നെ ഉപേക്ഷിച്ചിട്ട് പോയില്ലേ എന്ന്. എന്നാൽ ഇത് കേൾക്കുന്നേ നമ്മളുടെ ജീവോണാണെങ്കിൽ അങ്ങനെ വിഷമിക്കാനും നിൽക്കത്തില്ല. അവളെല്ലാവരെയും മുമ്പിൽ പറയും ഞങ്ങൾ അൺലക്കി ഒന്നുമല്ല, ഞങ്ങൾ 3 പേര് സ്പെഷ്യലാണ്, അതുകൊണ്ടാണല്ലോ ഞങ്ങൾ 3 പേരും ഇപ്പൊ ഒരു ഫാമിലി ആയിട്ട് നിൽക്കുന്നത്. ഇത് കേൾക്കുന്നേ നമ്മുടെ സൻഹയ്ക്കും അതേപോലെ തന്നെ ഹേജിനും ഭയങ്കര സന്തോഷമാവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന എല്ലാവരോടും ഫുഡ് കഴിക്കാനിരിക്കുന്നതാണ്. അവിടെ നമ്മളുടെ ജീവൻ വീണ്ടും പറയും നിങ്ങൾ എല്ലാവരും അഡോപ്ഷൻ പേപ്പറിൽ സൈൻ ചെയ്യണോ എന്ന്. എന്നാലല്ലേ ഒരു ഹോസ്പിറ്റൽ കേസൊക്കെ വന്നു കഴിഞ്ഞാൽ ആര് നമുക്ക് വേണ്ടിയിട്ട് നിൽക്കും, ആര് നമ്മളുടെ പേപ്പറിൽ സൈൻ ചെയ്യും. എന്നാൽ ഇതൊന്നും കേട്ടിട്ട് ആരും വലിയ മൈൻഡൊന്നും ആകത്തില്ല. പെട്ടെന്ന് തന്നെ നമ്മളുടെ സൻഹയ്ക്ക് അവന്റെ ഗ്രാൻഡ് മദറിന്റെ അടുത്തുനിന്ന് കോൾ വരും. അവനാണെങ്കിൽ ആ കോൾ അങ്ങ് ഇഗ്നോർ ചെയ്യും. പെട്ടെന്ന് തന്നെ അവന്റെ അച്ഛന് കോൾ വരും. അച്ഛൻ അങ്ങനെ ആ കോൾ അറ്റൻഡ് ചെയ്യുകയും ചെയ്യും. നമ്മുടെ സൻഹയ്ക്ക് നല്ല ഗിൽറ്റി ഫീലിംഗ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ പെട്ടെന്ന് തന്നെ അങ്ങ് അപ്സെറ്റ് ആവും. ഇത് കാണുന്നേ നമ്മളുടെ ജീവോണും ഹേജനും കൂടി അവന്റെ പ്ലേറ്റിലായിട്ട് അവരുടെ ഫുഡ് എടുത്ത് വെച്ചു കൊടുക്കും. എന്നാൽ നമ്മുടെ സൻഹയാണെങ്കിൽ ഇപ്പോഴും ഓക്കെ ആയിരുന്നില്ല. അവൻ പറയും എനിക്ക് വിശപ്പില്ല എന്നും പറഞ്ഞിട്ട് വേഗം തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് അങ്ങ് പോവും. അവന്റെ മൂഡ് നേരെയാക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ജീവോണും ഹേജനും കൂടി അവന്റെ റൂമിലായിട്ട് വരും. അവിടെ ഇവരാണെങ്കിൽ ഇവന്റെ മൈൻഡ് നേരെയാക്കാൻ വേണ്ടിയിട്ട് കുറെ കാര്യങ്ങളൊക്കെ പറയും. ഇവിടെ നമ്മുടെ സൻഹയുടെ ബെഡിൽ നിന്ന് നല്ല മണം വരുന്നതുകൊണ്ട് രണ്ടെണ്ണോട് ചെന്നിട്ട് പെട്ടെന്ന് തന്നെ അവന്റെ വാഷ്റൂമിൽ നിന്ന് പുതിയ ഷാമ്പൂ ഒക്കെ എടുത്തിട്ട് വരും. ഇതൊക്കെ കാണുന്നേ നമ്മുടെ സൻഹയ്ക്ക് മനസ്സിലാവും ഇവരാണെങ്കിൽ ഇവന്റെ മൂഡ് നേരെയാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നതെന്ന്. സൻഹ അവരെ രണ്ടുപേരും പിടിച്ചങ്ങ് പുറത്താക്കും. എന്നിട്ട് പറയും ഞാനിപ്പോൾ ഓക്കെയാണ്, നിങ്ങൾ എൻ്റെ കാര്യത്തിൽ ടെൻഷൻ ആവണ്ട എന്ന്. യഥാർത്ഥത്തിൽ സൻഹയാണെങ്കിൽ അവന്റെ ആ ഒരു 3rd ഫ്ലോറിലെ വീട്ടിൽ തന്നെ നിൽക്കുന്നത്. ഫുഡ് കഴിക്കുന്ന സമയത്ത് മാത്രമാണ് നമ്മളുടെ ജീവോന്റെ വീട്ടിലായിട്ട് വരുന്നത്. അവിടെയായിട്ട് നമ്മളുടെ ഹേജനാണെങ്കിൽ ജീവോന്റെ അടുത്ത് പറയും അല്ല നീ എന്താ എപ്പോഴും അവനെ മാത്രം ഉപ്പ ഉപ്പാന്ന് വിളിക്കുന്നത്, ഞാൻ എന്താ നിന്റെ ചേട്ടനല്ലേ, എന്നെ നിനക്ക് അങ്ങനെ വിളിച്ചൂടെ. ഇത് കേൾക്കുന്നേ ജീവോൺ അവനെ കളിയാക്കി ഒപ്പ ഒപ്പാന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് നടക്കും. അത് കഴിഞ്ഞ് കാണിക്കുന്നേ നമ്മുടെ സൻഹനെ ആണെങ്കിൽ അവന്റെ ക്ലാസ് ടീച്ചർ വിളിച്ച് സംസാരിക്കുന്നതാണ്. സൻഹയ്ക്ക് ഇപ്പോൾ സിയോളിൽ തന്നെ ഒരു വലിയ മെഡിക്കൽ കോളേജിലായിട്ട് സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ട്. എന്നാൽ നമ്മുടെ സൻഹ അവിടെ പോകാൻ റെഡി ആവത്തില്ല. അവൻ പറയും ഞാൻ ഇവിടെയുള്ള മെഡിക്കൽ കോളേജിൽ പഠിച്ചോളാം എന്ന്. ഇതവന്റെ ഫ്രണ്ട് ആയിട്ടുള്ള ഹീജു കേൾക്കും. ഇവിടെ നമ്മുടെ സൻഹയാണെങ്കിൽ ഇത് വേണ്ടാന്ന് വെക്കുന്നത് അവന്റെ അമ്മേനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവന്റെ അമ്മ ഇപ്പോൾ സിയോളിലായിരുന്നു ഉണ്ടായിരുന്നത്. ഹീജു ആണെങ്കിൽ നമ്മളുടെ ഈ സൻഹ എടുത്ത് വന്നിട്ട് പറയും എനിക്ക് നിന്റെ അടുത്തൊന്ന് സംസാരിക്കണം, നീ എന്നെ ഗാലറിയിൽ വെച്ചിട്ട് ഒന്ന് മീറ്റ് ചെയ്യണോ എന്ന്. അതേസമയം തന്നെ നമ്മളുടെ ജീവോൺ ആണെങ്കിൽ സൻഹ ഇങ്ങനെ നടന്നു പോകുന്ന കണ്ടിട്ട് അവനെ ഫോളോ ചെയ്ത് പോവുമായിരുന്നു. പെട്ടെന്ന് തന്നെ അവളുടെ ഫ്രണ്ട് ആണെങ്കിൽ അവളുടെ അടുത്ത് വന്നിട്ട് പറയും നീ എന്തുവായി കാണിക്കുന്നത്, നിന്റെ ചേട്ടനും ആ ഹീജുവും തമ്മിൽ റിലേഷൻഷിപ്പിലാണെന്ന് ഈ കോളേജ് മൊത്തം അറിയാം. ഇത് കേൾക്കുന്നേ നമ്മളുടെ ജീവൻ ഭയങ്കര ഷോക്കാവും. അവൾ ചോദിക്കും കോളേജ് മൊത്തം അറിയാവുന്നൊരു കാര്യം ഇത്രയും നാളായിട്ടോ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞില്ലേ എന്നും ആലോചിച്ചിട്ട്. അതേസമയം തന്നെ നമ്മുടെ സൻഹനെ കാണിക്കും. അവനാണെങ്കിൽ ഈ ഹീജുൻ്റെ അടുത്ത് പറയും എന്നെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഈ ഗാലറിയിലൊക്കെ വിളിക്കുന്നത് നിർത്തണം, എല്ലാവരും കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കും നമ്മൾ ഡേറ്റ് ചെയ്യുക എന്ന്. പെട്ടെന്ന് തന്നെ ഹീജു ചോദിക്കും നമ്മളിപ്പോൾ ഡേറ്റ് ചെയ്യുവല്ലേ, നീ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നല്ലോ ഞാനും ആ സിയോളിലെ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണോ എന്ന്. അപ്പം നമ്മളുടെ സൻഹ പറയാ അത് ഞാൻ പറയാൻ കാര്യം നീ അതിന് ടാലൻറ്റഡ് ആണ് അതുകൊണ്ടാ എന്ന്. പെട്ടെന്ന് തന്നെ അവൾ പറയും ഞാൻ നിൻ്റെ അടുത്ത് ഇഷ്ടമെന്ന് പറഞ്ഞപ്പോൾ നീ എൻ്റെ അടുത്ത് മറുപടി ഒന്നും പറഞ്ഞില്ല, നീ എൻ്റെ അടുത്ത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞില്ലല്ലോ. അപ്പോൾ സൻഹ പറയും ഞാൻ നിൻ്റെ അടുത്ത് ഇഷ്ടമാണെന്നും പറഞ്ഞില്ലല്ലോ, സോ നീ നിന്നെ കൺഫ്യൂസ് ആക്കണ്ട എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്നങ്ങ് പുറത്തോട്ടിറങ്ങും. വന്ന് നോക്കുമ്പോൾ നമ്മളുടെ ജീവനാണെങ്കിൽ ഭയങ്കര മുഖമൊക്കെ കടുപ്പിച്ച് വെച്ചിരിക്കുമായിരുന്നു. അവൾക്ക് എന്താ പറ്റിയതെന്ന് നമ്മുടെ സൻഹയ്ക്ക് മനസ്സിലായിട്ടില്ല. അവളുടെ മൂഡ് നേരെയൊക്കെ എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അവനാണെങ്കിൽ ചോദിക്കും നിനക്ക് എന്താ പറ്റിയത് എന്ന്. അവിടെ നമ്മളുടെ ജീവനാണെങ്കിൽ പോകുന്ന വഴി പറയും സ്കൂള് മൊത്തം അറിയാം നീയും ആ ഹീജും തമ്മിൽ റിലേഷൻഷിപ്പിലാണ്, എന്നിട്ട് ഇത്രയും നാളായിട്ട് നീ എൻ്റെ അടുത്ത് ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ. പെട്ടെന്ന് തന്നെ സൻഹ ചോദിക്കും ഞാൻ ഡേറ്റ് ചെയ്യുന്ന അറിഞ്ഞപ്പോൾ നിനക്ക് സങ്കടമായോ. ഉടനെ തന്നെ നമ്മളുടെ ജീവൻ പറയും പിന്നെ ഇല്ലേ സങ്കടമാവത്തില്ലേ, ഞാൻ നിന്റെ ഫാമിലി അല്ലേ, നീ എൻ്റെ അടുത്ത് ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ. അപ്പം നമ്മളുടെ സൻഹ പറയും അതുകൊണ്ടാണോ നീ എപ്പോഴും അഡോപ്ഷൻ പേപ്പറിൽ സൈൻ ചെയ്യണം എന്ന് പറയുന്നത്. നീ ഒരു കാര്യം മനസ്സിലാക്കണം, അഡോപ്ഷൻ പേപ്പറിൽ സൈൻ ചെയ്തതുകൊണ്ട് മാത്രമല്ലല്ലോ നമ്മൾ ഫാമിലി ആവുന്നത്, നമ്മളല്ലാണ്ട് തന്നെ ഫാമിലി അല്ലേ, എന്തിനാണ് നമ്മൾ ബാക്കിയുള്ളവരെ അത് ബോധിപ്പിക്കുന്നത്. ഇത് കേൾക്കുന്നേ നമ്മളുടെ ജീവനോടെ കരഞ്ഞുകൊണ്ട് പറയും എനിക്കിപ്പോൾ ഒരു കാര്യം മാത്രമേ അറിയൂ, എൻ്റെ ചേട്ടൻ്റെ അടുത്ത് നിന്ന് ഒരു വലിയ കാര്യം മറച്ചു വെച്ചു എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള ആളാണെങ്കിൽ നമ്മളുടെ ഹേജുനില്ലേ അവൻ കളിക്കുന്ന ബാസ്കറ്റ് ബോളിൻ്റെ ഫോട്ടോയൊക്കെ സീക്രട്ടായിട്ട് എടുക്കുന്നതാണ്. ഇത് നമ്മുടെ ഹേജുനും അവൻ്റെ ഫ്രണ്ടും കാണും. പെട്ടെന്ന് തന്നെ ഹേജനാണെങ്കിൽ ഇയാളെ വന്ന് പിടിച്ചിട്ട് ചോദിക്കും നിങ്ങളെ ആരാ പറഞ്ഞു വിട്ടതെന്ന്. എന്നാൽ അയാൾ അതൊന്നും പറയാൻ റെഡി ആവത്തില്ല. അയാളുടെ ക്യാമറ അവിടെ ഇട്ടിട്ടങ്ങ് ഓടിപ്പോവും. നമ്മുടെ ഹേജുൻ ആ ക്യാമറ എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാവും അതിനകത്ത് ഫുൾ അവൻ്റെ ഫോട്ടോസ് ആയിരുന്നു. ഇവൻ്റെ ഫ്രണ്ട് വന്നിട്ട് പറയും ഇനി ഒരു പക്ഷേ നിന്റെ അമ്മയെ കാണാം നിന്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഫോട്ടോ എടുക്കാൻ പറഞ്ഞു വിട്ടതാണെങ്കിലോ എന്ന്. എന്നാൽ നമ്മുടെ ഹേജുൻ പറയും അങ്ങനെയൊന്നും ആവത്തില്ലടാ എന്ന്. അങ്ങനെ നമ്മുടെ ഹേജുൻ തിരിച്ച് വീട്ടിലോട്ട് വരാൻ നേരത്ത് അവിടെ വെച്ച് അവൻ അവൻ്റെ ആൻറ്റീനെ കാണും. അവരാണെങ്കിൽ കൂടെ
നമ്മളുടെ ഹേജുനെ കാണാൻ വേണ്ടിയിട്ട് അവിടെയൊക്കെ വരുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കാണിക്കുന്ന ഇവർ ഫുഡ് കഴിക്കാതിരിക്കുന്നേ. അവിടെ നമ്മളുടെ ജീവൻ ഭയങ്കര ദേഷ്യത്തിലായിരുന്നു. പെട്ടെന്ന് തന്നെ അവിടെ എന്തോ കാര്യം നോക്കുന്നേ നമ്മളുടെ സൻഹ പറയും ഞാനും അവളും തമ്മിൽ അടിയായി എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ ഹേജുനും ഭയങ്കര ഷോക്കാവും. പെട്ടെന്ന് തന്നെ അവളുടെ അച്ഛൻ പറയും മിക്കവാറും ഇവള് തന്നെയായിരിക്കും വല്ലതും ചെയ്തത് എന്ന്. അപ്പോൾ അവള് പറയും അതെ ഞാൻ തന്നെ എപ്പോഴും തെറ്റുകാരും, നിങ്ങളുടെ മോനൊന്നും ഒരിക്കലും ഒരു തെറ്റും ചെയ്യത്തില്ലല്ലോ. ഇതും പറഞ്ഞിട്ട് അവൾ അവളുടെ റൂമിലോട്ട് അങ്ങ് കയറിപ്പോവും. അവിടെ നമ്മുടെ സൻഹ വന്നിട്ട് ഇവളെ സമാധാനിപ്പിക്കും. എന്നിട്ട് പറയും എനിക്ക് ഗേൾ ഫ്രണ്ട് ഒന്നുമില്ല, അവളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഹേജുൻ്റെ എക്സ് ഗേൾ ഫ്രണ്ടായിരുന്നു. ഇത് കേൾക്കുന്നേ നമ്മുടെ ജീവൻ ഭയങ്കര ഷോക്കാവും. ഇപ്പോൾ അവൾക്ക് സൻഹയായിട്ടുള്ള പ്രശ്നമല്ല മാറിയിട്ടുണ്ട്. എന്നാൽ അവളിപ്പോൾ നമ്മുടെ ഹേജുൻ്റെ അടുത്ത് മിണ്ടത്തില്ല. അടുത്ത ദിവസം നമ്മുടെ ഹേജുൻ സ്കൂളിൽ വരുന്നത് സൻഹ എടുത്ത് വയ്ക്കും. അവൾ എന്താ ഇപ്പം എൻ്റെ അടുത്ത് മിണ്ടാത്ത, ഞാൻ എന്ത് തെറ്റാ ചെയ്തേന്ന്. പെട്ടെന്ന് തന്നെ സൻഹ പറയും നിന്റെ ഹേജുൻ്റെ റിലേഷൻഷിപ്പിനെ പറ്റി ഇപ്പം നമ്മളുടെ അനിയത്തി മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹേജുൻ ചോദിക്കും ഞാൻ അവളുമായിട്ട് പണ്ടേ ബ്രേക്കപ്പ് ആയതാണല്ലോ, നീ അത് പറഞ്ഞില്ലേ? അപ്പോൾ സൻഹ പറയും അത് എൻ്റെ ഡ്യൂട്ടി അല്ലല്ലോ പറയേണ്ടത്. ഇത് കേൾക്കുന്നേ നമ്മുടെ ഹേജുൻ ഭയങ്കരമായിട്ട് അപ്സെറ്റ് ആവും. പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് നമ്മുടെ ആ ഹീജു വരും. അവള് വന്നിട്ട് ഇവൻ്റെ അടുത്ത് വീണ്ടും പാച്ചപ്പ് ആവാൻ നോക്കും. അപ്പോൾ നമ്മളുടെ ഹേജുൻ പറയും ഒരിക്കലും നടക്കത്തില്ല, അല്ലേലേ ഞാനിപ്പോൾ എൻ്റെ ജീവോന്റെ മുമ്പിലായിട്ട് നാണം കെട്ടി നിൽക്കുക, ഇനി അത് ഒരിക്കലും സാധിക്കത്തില്ല എന്ന് പറഞ്ഞാൽ അവൻ അവിടെ നിന്ന് പോകും. നമ്മളുടെ ജീവോണാണെങ്കിൽ അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ആ കിം ദാവൺ എന്ന് പറഞ്ഞ പെങ്കൊച്ചില്ലേ അവളുടെ അടുത്ത് വന്നിട്ട് പറയും അതായത് ഹേജു എന്ന് പറയുന്നത് സൻഹയുടെ ഗേൾ ഫ്രണ്ട് അല്ല, പകരം ഹേജുന്റെ എക്സ് ഗേൾ ഫ്രണ്ടായെന്ന്. ഇത് കേൾക്കുന്നേ അവള് ഭയങ്കര ഷോക്കായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മളുടെ ജുവോൺ പറയും അവര് ബ്രേക്കപ്പും ആയി എന്ന്. ഇത് കേൾക്കുന്നേ ആ പെങ്കൊച്ചിനാണെങ്കിൽ ഭയങ്കര സന്തോഷമാവും. പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് നമ്മളുടെ ജുവോണിനെ കാണാൻ വേണ്ടിയിട്ട് ആ ഹീജു വരും. അങ്ങനെ രണ്ടുപേരും സംസാരിക്കാൻ തുടങ്ങും. അവിടെയായിട്ട് നമ്മളുടെ ജുവോൺ ആണെങ്കിൽ ഹേജുവിനെ പറ്റി ഭയങ്കര മോശം സംസാരിക്കും ഈ പെങ്കൊച്ചിൻ്റെ അടുത്തായിട്ട്. അപ്പോൾ ഈ ഹീജു ആണെങ്കിൽ പറയാം അല്ലെങ്കിൽ ഞാൻ അവനെ പണ്ടേ ഡംപ് ചെയ്തതായെന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ ജുവോണിന് സഹിക്കുമോ? അവളാണെങ്കിൽ പറയും എൻ്റെ ചേട്ടനെ ഡംപ് ചെയ്യാൻ നീ ആരായെന്ന്. അങ്ങനെ ഇവർക്ക് രണ്ടുപേർക്കിടയിൽ ഭയങ്കര സംസാരം ഉണ്ടാകും. അവിടെയായിട്ട് നമ്മളുടെ ഹീജു പറയും നീ അതിന് അവൻ്റെ യഥാർത്ഥ സിസ്റ്റർ ഒന്നും അല്ലല്ലോ, പിന്നെ എന്തിനാ നീ എത്ര ഓവർ റിയാക്ട് ചെയ്യുന്നത് എന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ ജീവോണ്ട് ഭയങ്കര ദേഷ്യം വന്നിട്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങ് പോകും. ഇവളുടെ പുറകെയായിട്ട് ആ ഹീജു എന്ന് പറഞ്ഞ പെങ്കൊച്ചും വരും. അവളുടെ കാല് സ്ലിപ്പായി അവൾ അവിടെ തറയി വീഴും. എല്ലാവരുടെയും ശ്രദ്ധ അവളിലാന്ന് കണ്ടിട്ട് പെട്ടെന്ന് തന്നെ അവൾ ഭയങ്കരമായിട്ട് ആക്ട് ചെയ്യാൻ തുടങ്ങും. അതായത് നമ്മളുടെ ജീവോണാണ് അവളെ തള്ളിയിട്ടതെന്നും പറഞ്ഞിട്ട് എല്ലാവരും നമ്മളുടെ ജീവോണിനെ ഭയങ്കരമായിട്ട് മോശം പറയാൻ തുടങ്ങും. അതായത് ഇതേ പെങ്കൊച്ചു തന്നെയാണ് മുന്നേയും കുറേ പെങ്കൊച്ചുങ്ങളായിട്ട് കുറേ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാക്കിയത് എന്ന്. അവിടെയായിട്ട് നമ്മളുടെ ഹീജുൻ വരും. അവൻ വന്നിട്ട് നമ്മളുടെ ജുവോൻ്റെ അടുത്ത് പറയും നീ എല്ലാവരെയും മുമ്പിൽ വെച്ചിട്ട് ഹീജുവിൻ്റെ അടുത്ത് സോറി പറയണം എന്ന്. പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് നമ്മുടെ സൻഹ വന്നിട്ട് നമ്മളുടെ ജുവോണിനെ പ്രൊട്ടക്ട് ചെയ്തിട്ട് പറയും അവൾ ആരുടെ സോറി ഒന്നും പറയാൻ പോകുന്നില്ല, അവൾ ആരുടെ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ ഹേജുനുണ്ടല്ലോ അവനും പെട്ടെന്ന് തന്നെ ഇവരുടെ സൈഡിലായിട്ട് അങ്ങ് മാറും. അവിടെയായിട്ട് എല്ലാവരുടെ മുമ്പിൽ വെച്ച് നമ്മുടെ സൻഹ നമ്മളുടെ ജുവോണിനെ ഭയങ്കരമായിട്ട് പ്രൊട്ടക്ട് ചെയ്തില്ലേ. ഇത് കാണുന്നേ നമ്മളുടെ ജുവോണിന് ഭയങ്കര സന്തോഷമായിരുന്നു. കൂട്ടത്തിൽ തന്നെ ഹേജുന് നല്ല വഴക്കും കൊടുക്കും. അതായത് അവൻ എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട് ജുവോൻ്റെ അടുത്ത് സോറി പറയാൻ പറഞ്ഞില്ലേ അതിൻ്റെ പേരിൽ. അടുത്ത ദിവസം നമ്മളുടെ ഹേജുനാണെങ്കിൽ സ്കൂളിലായിട്ട് വരുന്നതും അവിടുത്തെ ആ സെക്യൂരിറ്റി അവൻ്റെ അടുത്ത് വന്നിട്ട് പറയും നീ ഇന്നലെ ഒരു ക്യാമറ തന്നില്ലേ, ആ ക്യാമറ വാങ്ങിക്കാൻ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു, അയാൾ എനിക്കൊരു കാർഡും തന്നു എന്ന്. ഈ കാർഡ് കാണുന്നേ നമ്മളുടെ ഹേജുൻ ഭയങ്കര ഷോക്കാവും. എന്താണെന്ന് വെച്ചാൽ അയാളൊരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ആയിരുന്നു. പെട്ടെന്ന് തന്നെ അവൻ വിചാരിക്കും ഒരു പക്ഷേ അവൻ്റെ അമ്മ തന്നെയായിരിക്കും ഇതിന് വേണ്ടിയിട്ട് അയാളെ പറഞ്ഞു വിട്ടത് എന്ന്. അതിലെ ഒരു ലേഡി നടന്നു പോകുന്നേ നമ്മളുടെ ഹേജുന് അവൻ്റെ അമ്മേനെ പോലെ തോന്നും. അവനാണെങ്കിൽ ആ ലേഡിയുടെ പുറകെ ചെന്ന് അമ്മ എന്ന് വിളിക്കുന്നതും അവർ തിരിഞ്ഞു നോക്കുമ്പോൾ എന്തോ അവൻ്റെ അമ്മയൊന്നും അല്ല. എന്നാൽ അത് നമ്മളുടെ ജുവോണിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ആ ക്ലാസ് ലീഡർ പെങ്കൊച്ചില്ലേ അവളുടെ പേര് ദാലെന്നാണ് കേട്ടോ. അപ്പോൾ അവൾ അത് കേൾക്കും. ഇത് കാണുന്ന നമ്മളുടെ ഹേജുനങ്ങ് ഒരുമാതിരിയാവും. അങ്ങനെ അവനാണെങ്കിൽ ഇവക്ക് ട്രീറ്റ് കൊടുക്കും. എന്നിട്ട് അവളെ പിടിച്ചെടുത്തിട്ട് പറയും നീ ഇക്കാര്യം ആരുടെ പറയരുത്, ഞാൻ ആരെയും കണ്ടിട്ട് അമ്മ എന്ന് വിളിച്ചിട്ടുമില്ല, ഒന്നും നടന്നിട്ടില്ല എന്ന്. അത് കഴിഞ്ഞ് കാണിക്കുന്ന അടുത്ത ദിവസം നമ്മളുടെ ഹേജുനെ കാണാൻ വേണ്ടിയിട്ട് ഒരു റിച്ച് ആയിട്ടുള്ള ഒരാൾ വരുന്നതാ. നമ്മളുടെ ഹേജുനെ കണ്ടിട്ട് അയാൾ ഭയങ്കര ഇമോഷണലായിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് അവനെ നോക്കിയിട്ട് പറയും ഞാൻ നിൻ്റെ യഥാർത്ഥ അച്ഛനാ എന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ ഹേജുൻ ഭയങ്കര ഷോക്കായി പോവും. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.